നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മുടെ ചിന്തയായിട്ട് വരുന്നത്. ആദ്യം നമ്മുടെ കണ്ണ് കൺട്രോൾ ചെയ്യണം. നമ്മൾ പാട്ടും സിനിമയും അതും ഇതൊക്കെ കേട്ട് കണ്ടൊക്കെ നടന്നാൽ ഈ ശൈത്താനിയായ മെന്റൽ പിക്ചർ നമ്മുടെ തലച്ചോറിൽ കിടക്കുകയാണ്. അതേറ്റ നമ്മൾ ഇങ്ങനെ നടക്കുന്നത്. നമ്മൾ പോകുന്നിടത്ത് ആ കഥ ഓർമ്മ വരും, അതിന്റെ ഇതിവൃത്തം ഓർമ്മ വരും, അതിന്റെ നായകന്മാർ, കളിയാണെങ്കിൽ അതിന്റെ ബാറ്റ്സ്മാൻമാർ, ബൗളർമാർ, കീപ്പർമാർ, ഇതൊക്കെ ഇതൊക്കെ ശൈത്താനിയത്ത്, അല്ലാഹുവിൽ നിന്ന് അകറ്റുന്നതൊക്കെ ശൈത്താനിയത്താണ്. അപ്പൊ നമ്മുടെ ചിന്തകൾ അത് ബാധിക്കും. അതുകൊണ്ട് അത് സഹായിക്കാൻ നമ്മുടെ കണ്ണും കാതും നന്നായിട്ട് സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ ദുഷിച്ച ചിന്തകളെന്ന് മനസ്സ് മാറ്റാനുള്ള ഒരു ദിക്ർ പറഞ്ഞൊരു ഏറ്റവും കൂടുതൽ പിശാചിൽ നിന്ന് എന്തെങ്കിലും ഒരു തോന്നൽ വന്നാൽ അവർക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും, ദിക്ർ ചൊല്ലും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അല്ലാഹു തആല പറഞ്ഞൊരു ദിക്ർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അതാണ് ദുഷിച്ച ചിന്ത വരാതിരിക്കാനുള്ള ഒരു ദിക്ർ. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അതൊരു ആയത്താണ്, സൂറത്തുൽ ഫുർഖാനിലാണെന്ന് തോന്നുന്നത്. ആ ആയത്താണ്. അഊദു ബില്ലാഹി മിൻ ഹംസിഹി വലംസിഹി എന്നൊക്കെ പറഞ്ഞൊക്കെ ദിക്റുണ്ട്. ഇതാണ് അതിന് ഉദ്ദേശം ഇൻഷാ അല്ലാഹ്.